ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനങ്ങളായി നാം പഠിപ്പിക്കപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ഒരു ഖുത്ബയായി നമ്മൾ ഇവിടെ ശ്രവിച്ചത്. അതിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ നമ്മളെങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നൊരു വിഷയം, ഒപ്പം അനുഗ്രഹങ്ങൾ അതൊരു ഇസ്ലാമിക ഭരണവ്യവസ്ഥിതിയും ഭരണകൂടവും നിലവിൽ വന്ന് അതിനാൽ അനുഗ്രഹിക്കപ്പെട്ടാൽ ആ അനുഗ്രഹത്തോടുള്ള പ്രതികരണം, ഇതൊക്കെയാണ് ഇവിടെ സുപ്രധാനങ്ങളായി നമ്മൾ ഇന്ന് ശ്രവിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണുകയും പ്രസ്തുത അനുഗ്രഹങ്ങളെ അനുസ്മരിച്ച് അതിന് മനസാ വാചാ കർമ്മണ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടതും കൽപ്പിക്കപ്പെട്ടതുമായ ഒരാദർശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെ എണ്ണാൻ ഉണർത്തി. വ ഇൻ തഉദ്ദു നിഅമതല്ലാഹ് ഫലാ തുഹ്സൂഹ. നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിയാൽ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താനോ എണ്ണി തീർക്കാനോ കഴിയാത്ത വിധം അഗണ്യമാണ് എന്ന് പറഞ്ഞു. അനുഗ്രഹങ്ങളെ എണ്ണി അനുസ്മരിച്ച് അതിൽ നന്ദി പ്രകാശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ പല ശൈലിയിലാണ് അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകാശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വകും മിനശ് ശാകിരീൻ, നന്ദി കാണിക്കുന്നവരിൽ നീ ഉൾപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ നജ്സി ശാകിരീൻ, നന്ദി പ്രകാശിപ്പിക്കുന്നവർക്ക് പ്രതിഫലം മഹത്തരമാക്കി കനിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. വ ഇത്തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വല ഇൻ കഫർതും ഇന്ന അദാബി ലശദീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. വ ഇത്തഅദ്ദന റബ്ബുക്കും, റബ്ബിൽ നിന്നുള്ള പ്രഖ്യാപനം അത് ഓർക്കാനും ഓർമ്മിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ അല്ലാഹുവിൽ നിന്നുള്ള പ്രഖ്യാപനം? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അനുഗ്രഹങ്ങൾ കൈവരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചാണ് നന്ദി പ്രകടനം. ലഇൻ ശകർതും, അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ് എങ്കിൽ ലഅസീദന്നകും, അനുഗ്രഹങ്ങളിൽ പോഷിപ്പും അനുഗ്രഹങ്ങളിൽ വളർച്ചയുമാണ്, വർധനവുമാണ്. ലഅസീദന്നകും, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് ഉറപ്പിച്ചാണ് പറയുന്നത്. ലഅസീദന്നകും, അള്ളാഹുവാണ് ഞാൻ നിങ്ങൾക്ക് ഏറ്റിത്തരും എന്ന്. വല ഇൻ കഫർതും, ഇനി അനുഗ്രഹങ്ങളോട് നന്ദികേടാണ് എങ്കിൽ അപ്പോൾ അള്ളാഹു പറയുന്നത് ഇന്ന അദാബി ലശദീദ് എന്നാണ്. എൻ്റെ ശിക്ഷ അത് കഠോരമാണ്, കഠിനമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അനുഗ്രഹങ്ങളെ എണ്ണി അതിനെ ഓർത്തും ഓർമ്മിപ്പിച്ചും നന്ദി പ്രകാശിപ്പിക്കുവാൻ കൽപ്പനകളും പ്രേരണകളുമൊക്കെ ഈ രീതിയിൽ പല നിലക്കാണ്. നന്ദികേടിൻ്റെ അപകടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, ആളാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, ഫമാ മിൻകും മിൻ നിഅമത്തിൻ, അല്ലെങ്കിൽ വമാ മിൻകും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തെന്ത് അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുമ്പോൾ എല്ലാം അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹുവിൽ നിന്നാണ്. അത് അഗണ്യമായി, വൈവിധ്യമായി ഓരോരുത്തരും അനുഭവിക്കുന്ന, ഉപയോഗപ്പെടുത്തുന്ന, ആസ്വദിക്കുന്ന ആളുകളാകുന്ന അനുഗ്രഹ വൈവിധ്യങ്ങളാണ്. നന്ദി കാണിച്ചാൽ അനുഗ്രഹം നിലനിൽക്കും, പോഷിക്കും, തുടരും. നന്ദികേടാണ് എങ്കിൽ അനുഗ്രഹങ്ങൾ അത് വഴിമാറും, അത് നിഷ്പ്രഭമാകും, അത് കൈമോശം വന്ന് പാഴായി പോകും. അറബിയിൽ പറയും അന്യാം ഇദാ ശുകിറത് ഖറത് വ ഇൻ കുഫിറത് ഫറത് എന്ന്.
അനുഗ്രഹങ്ങളോട് നന്ദിയാണുള്ളത് എങ്കിൽ ഖറത്ത്, അതവിടെ നിൽക്കും. അതല്ല നന്ദികേടും നിന്നയുമാണുള്ളത് എങ്കിൽ ഫറത്ത്, അതെനിക്ക് പാട്ടിന് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസികൾ അനുഗ്രഹങ്ങളെ എണ്ണി ഓർമ്മിപ്പിച്ച് അതിൽ മനസ്സാ വാചാ കർമ്മണ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അനുഗ്രഹദാതാവിനോട് നന്ദിയുള്ളവരായി വർത്തിക്കണം എന്നാണ് നമ്മളിവിടെ ശ്രവിച്ചത്. ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒരു തിരുമൊഴി നമ്മളിവിടെ കേട്ടു. മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി മുആഫൻ ഫി ബദനിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹ എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ? മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി, ഒരാൾ നേരം പുലർന്ന് പുലർച്ചയിൽ എഴുന്നേൽക്കുന്നു, ഉറക്കശയ്യയിൽ നിന്ന് അയാൾ ഉണർന്ന് എഴുന്നേൽക്കുന്നു. അപ്പോൾ അയാൾ ആമിനം ഫി സിർബിഹി, നിർഭയനാണ്. തൻ്റെ വീട്ടിൽ, തൻ്റെ കുടിലിൽ, തൻ്റെ താമസ സ്ഥലത്ത് അയാൾ നിർഭയനാണ്. മുആഫൻ ഫി ബദനിഹി, ശാരീരികമായി ആരോഗ്യവാനാണ്, നോവില്ല, രോഗമില്ല, പ്രയാസമല്ല, അങ്ങനെ അയാൾ സുഖ സൗഖ്യത്തിലാണ്. വഇൻദഹു ഖൂതു യൗമിഹി, അയാൾ അന്നത്തേക്കുള്ള ഭക്ഷണം അയാളുടെ പക്കലുണ്ട് എങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹ എന്നാണ്. ആ മനുഷ്യൻ ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ പോലെ, നേടിയവനെ പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ 3 അനുഗ്രഹങ്ങളെയാണ് പറയുന്നത്. ഒന്ന് നിർഭയത്വം, മറ്റൊന്ന് ആരോഗ്യം, പിന്നൊന്ന് പശിയടക്കാനുള്ള അന്നത്തേക്കുള്ള അന്നം. ഇതുണ്ട് എങ്കിൽ ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ പോലെ എന്ന് പറയുമ്പോൾ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവകളുള്ള ഒരു വ്യക്തിയെ വിധിക്കുമ്പോൾ, വിശേഷിപ്പിക്കുമ്പോൾ, ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളുടെ വലിപ്പവും മഹത്വവുമാണ് അതറിയിക്കുന്നത്. നിർഭയത്വം, അതേപോലെ തന്നെ സൗഖ്യം, വിശപ്പിന് പരിഹാരം. അടിസ്ഥാനപരമായി 3 ആവശ്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ മഹനീയമാണ്. നിർഭയത്വം നാട്ടിന്, നമ്മുടെ വീടിന്, നമ്മുടെ ശരീരം, വസിക്കുന്ന പാർക്കുന്ന ഇടം, അത് നിർഭയത്വത്തിൻ്റെ സാഹചര്യത്തിലാണ് എങ്കിൽ അതാണ് ശാസ്ത്രമതങ്ങൾ ഇവിടെ ഒന്നാമത് എണ്ണുന്നത്. ഒരു നാട്, ആ നാട്ടിലാണ് ഒരു വ്യക്തിയുടെ വീടും തടിയുമൊക്കെ, നാട് നിർഭയത്വത്തിലില്ല എങ്കിൽ പിന്നെ എങ്ങനെ അയാൾക്ക് സുരക്ഷിതമായി നിർഭയനായി ജീവിക്കാനാണ്? സുരക്ഷിതത്വവും നിർഭയത്വവും ഇല്ല എങ്കിൽ താൻ സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ച് വഴിപ്പെട്ട് ജീവിക്കാൻ, ഈ ആരാധനയും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കലും എങ്ങനെ സാധ്യമാകാനാണ്? അപ്പോൾ ഒരു നാടിൻ്റെ സുരക്ഷിതത്വം, നിർഭയത്വം, ഭദ്രത, അതിൽ നിർഭയത്വം, കളിയാടൽ, ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് നിർഭയത്വത്തിൻ്റെ വിഷയം എന്നുള്ളത്. അരാജകത്വം കളിയാടിയാൽ, പ്രശ്നങ്ങൾ വാണാൽ, പരസ്പരം പോരടിയും കലാപവും ഭീകരതയും തീവ്രതയുമൊക്കെ ഒരു നാട്ടിൻ്റെ അവസ്ഥ ആയാൽ പിന്നെ അവിടെ എങ്ങനെ നിർഭയത്വത്തിൽ ആരാധന നിർവഹിക്കാനാണ്, നിസ്കരിക്കാനാണ്, മറ്റു ദീനീ കർമ്മങ്ങൾ ചെയ്യാനാണ്? ഭൗതിക ജീവിതം അത് കുടുംബത്തോടൊത്ത്, മക്കളോടൊത്ത്, മാതാപിതാക്കളോടൊത്ത് എങ്ങനെ തരപ്പെടാനാണ്? അതുകൊണ്ട് ഇസ്ലാമിൽ നിർഭയത്വത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. നിർഭയത്വം കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ നാടിനെ ഉണർത്തിയും ഉപമിച്ചുമാണ് ഈ വിഷയം ഖതീബ് പറഞ്ഞത്. അൽ മംലക്കത്തുൽ അറബിയത്തു സഊദിയ ഹറസഹല്ല നിലവിൽ വന്നു. ഇത് നിലവിൽ വരുന്നതിന് മുമ്പ് ഏറെ സങ്കീർണവും സംഭവബഹുലവുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ, സാഹചര്യം. പക്ഷേ ഈ ഒരു നാട് ക്രോഡീകരിക്കപ്പെട്ടു, ഈ നാട് നിലവിൽ വന്നു. അതിൽ പിന്നെ ഇപ്പോൾ ഈ നാടിൻ്റെ ചുറ്റുപാടുകളിലേക്ക്, പരിസരങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പരിസര നാടുകളെ നോക്കുമ്പോൾ നിർഭയത്വത്തിൻ്റെ വിലയെന്ത്, അതിനുള്ള സ്ഥാനമെന്ത് എന്നുള്ളത്
ഇവിടെ ജീവിക്കുന്നവർ അറിയുന്ന അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ചേരിതിരിഞ്ഞുള്ള പ്രത്യാക്രമണങ്ങളോ ഗോത്രവർഗങ്ങളുടെ കടിപിടികളോ കശപിശകളോ ഇല്ലാതെ, രാഷ്ട്രീയ കക്ഷികളുടെ മാത്സര്യമോ സമരങ്ങളോ ഇല്ലാതെ, അടിപിടികളും ബഹളങ്ങളും കൊള്ളയും കൊള്ളിവെപ്പുമില്ലാതെ ഒരു നിർഭയത്വത്തിൻ്റെ സാഹചര്യത്തിൽ ഈ നാട് തുടരുമ്പോൾ നമ്മൾ നിർഭയത്വത്തിന് വിലയെന്ത് എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ആവശ്യകതയും അനിവാര്യതയും എന്ത് എന്നുള്ളത് നമ്മൾ ഇവിടെ വെച്ച് മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിയുന്ന ഈ ഒരു അനുഗ്രഹം, അതിനെ മുഖവിലക്കെടുത്ത് അതിൽ നന്ദിയുള്ളവരാകണം. ഈ ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് നിലനിൽക്കാനും തുടരാനും ഈ അനുഗ്രഹത്തോട് നന്ദിയുള്ളവരായി, ഇത് നിലനിൽക്കാൻ ആശിക്കുന്നവരായി, അതിന് കൂറുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. ഈ ഒരു നാടിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് മഹ്ബിത്തുൽ വഹയാണ്, മംബഉർ റിസാലത്താണ്. ഇവിടെയാണ് വഹി ഇറങ്ങിയത്, ഇവിടെയാണ് റിസാലത്തിൻ്റെ പ്രഭവം, ഇവിടെയാണ് ആദരവിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും റസൂലുമായി നിയുക്തമായത്. ആ തിരുദൂതർ ഇവിടെ ജനിച്ചു, ഇവിടെ വഫാത്തായി. തിരുദൂതർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മണ്ണിലാണ്. ഇവിടെയാണ് 2 ഹറമുകൾ, വിശുദ്ധ മക്കയും വിശുദ്ധ മദീനയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തൻ്റെ ജീവിതത്തിൽ ആദർശവുമായി സുപ്രധാനമായതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന നാടാണ് ഈ ഒരു നാട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നിർഭയത്വം, ഇവിടെയുള്ള സുരക്ഷിതത്വം, ഇവിടെയുള്ള ഐക്യവും അഖണ്ഡതയും അത് പൂർവാധികം ശക്തിയിൽ തുടരുക എന്നുള്ളത് ഒരു വിശ്വാസി കാക്ഷിക്കേണ്ട, അഭിലഷിക്കേണ്ട, ആഗ്രഹിക്കേണ്ട, അതിനുവേണ്ടി അർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. അനുഗ്രഹങ്ങൾ നമ്മൾ കേട്ടതുപോലെ അന്യം ഇദാ ശുക്കിറത് ഖറത്ത്, അതിന് നന്ദി പ്രകാശിക്കുമ്പോഴാണ് അത് നിലനിൽക്കുക. നന്ദി കേടാണ് ഇദാ കുഫിറത് ഫറത്ത്, അത് വഴിമാറും, അത് അകന്നു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്ന, അറിയുന്ന ഈ ഒരു അനുഗ്രഹം പോയി പോകാതിരിക്കാൻ നന്ദിയുള്ളവരായി, കൂറുള്ളവരായി വർത്തിക്കണം എന്നതാണ് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായത്, ഉപദേശമായി ഉണർത്തപ്പെടുകയുണ്ടായത്. അനുഗ്രഹങ്ങൾ, നിർഭയത്വം അടിസ്ഥാനമാണ്. ഇസ്ലാമാകുന്ന മഹനീയമായ അനുഗ്രഹം, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചും അവന് വഴിപ്പെട്ടും അവനിലൊന്നിനെയും പങ്കു ചേർക്കാതെ ജീവിക്കുവാനുള്ള അവസരം, അത് നിർഭയത്വത്തോടൊപ്പം ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. നന്ദി കാണിച്ചാലാണ് അനുഗ്രഹം നിലനിൽക്കുക എങ്കിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ച് അവന് വഴിപ്പെട്ട് അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ഉള്ള ജീവിതം, അത് സാക്ഷാത്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് നമുക്കിതിനോടൊപ്പം അനുബന്ധമായിട്ട് വായിക്കാനുള്ള വിഷയം. നിർഭയത്വത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി ഒരു വ്യക്തി ആരോഗ്യവാനായി ജീവിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി എണ്ണിയ വിഷയമാണ്. രോഗഗ്രസ്തമായി പരീക്ഷിക്കപ്പെടുന്ന പല നാടുകളെയും നമ്മൾ അറിയുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഈ ഒരു നാട്ടിൽ ആരോഗ്യ മേഖലയും ആളുകളുടെ ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷയും എത്രമേൽ ശ്രദ്ധയുള്ളൊരു വിഷയമാണ്. നമ്മളൊക്കെ അതറിയുന്നവരും അനുഭവിക്കുന്നവരും അതിൽ പങ്കാളികളുമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ വിഷയത്തിലൊക്കെ നമ്മൾ കൂറുള്ളവരാകണം, നന്ദിയുള്ളവരാകണം എന്നതപ്പോൾ നമ്മൾ അനുബന്ധമായി വായിക്കാനുള്ള വിഷയമാണ്. അതേപോലെ തന്നെ വഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തേക്കുള്ള ഭക്ഷണം ഒരു വ്യക്തിയുടെ അടുക്കലുണ്ട് എങ്കിൽ ഭക്ഷ്യ സുരക്ഷിതത്വവും ഭക്ഷ്യ വിഭവങ്ങളുടെ വൈവിധ്യങ്ങളും സമൃദ്ധിയും ഏറെ ഘോഷിക്കപ്പെടുന്നൊരു നാടാണ് ഈ ഒരു നാട്ട്. അതിൽ നമ്മൾ അതിൻ്റെ അനുഭവസ്ഥരാണ്, അത് നമ്മൾ അറിയുന്നവരാണ്. ഒക്കേതിലും നമ്മൾ നന്ദിയുള്ളവരാകണം, കൂറുള്ളവരാകണം. ഈ അനുഗ്രഹങ്ങൾ ഇതേപോലെ തുടരുവാൻ എന്നുള്ള വിഷയമാണ് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തൊരു വിഷയമാണത്. ല ഇൻ ശകർത്തും ല അസീദന്നക്കും, നിങ്ങൾ നന്ദിയുള്ളവരാണോ ഞാൻ നിങ്ങൾക്ക് ഏറ്റിത്തരും, വർദ്ധിപ്പിച്ചു തരും.
എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ച് നമ്മൾ അനുഗ്രഹങ്ങളെ നിലനിർത്താനും പോഷിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയ വിഷയം ഒരു നാടിൻ്റെ അഭിവൃദ്ധി, അഖണ്ഡത, സുരക്ഷിതത്വം, അതിൻ്റെ ധന്യത, ഇതൊക്കെ എങ്ങനെ സാക്ഷാത്കൃതമാകുന്നു, അത് എങ്ങനെ തുടരുന്നു, അത് ഒക്കെ എങ്ങനെ കളിയാടുന്നു എന്നുള്ള വിഷയം, അത് പാരസ്പര്യവും പൊരുത്തവും എന്ന് പറഞ്ഞെങ്കിൽ ഇസ്ലാമിക സാഹചര്യത്തിൽ, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഭരണാധികാരിയും ഭരണീയരും അവർ തമ്മിലുള്ള പൊരുത്തവും പാരസ്പര്യവും അത് അത്യന്താപേക്ഷിതാണ്, അടിസ്ഥാനപരമാണ്. ഭരണാധികാരിയെ കേട്ടനുസരിക്കാത്ത ഒരു ജനവിഭാഗമാണ് പ്രജകളെങ്കിൽ, ഭരണീയരെങ്കിൽ അത്തരം ഒരു നാട് അരക്ഷിതത്വത്തിൻ്റെ നാടാണ്, അനൈക്യത്തിൻ്റെയും ഛിദ്രതയുടെയും നാടാണ്, കൊള്ളയുടെയും കൊള്ളിവെപ്പിൻ്റെയും നാടാണ്. പരസ്പരം പൊരുത്തമില്ലാതെ താഴെ തട്ടും മുകളിൽ തട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നാട്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുട്ടിച്ചോറി എന്ന് പറയല്ലേ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ വിപത്തുക്കൾ വഴിമാറാൻ, അരാജകത്വം അടക്കി വാഴാതിരിക്കാൻ, ഷർറ് ഇടം കാണാതിരിക്കാൻ എന്താ പറഞ്ഞത്? നമ്മൾ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസ് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാവരും കാനന്നാസ് യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഖൈറിനെ കുറിച്ചാണ്, നന്മയെക്കുറിച്ചാണ്. വകുന്തു അസ്അലുഹു അനി ഷർ, ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഷർറിനെ കുറിച്ചാണ്. എന്തിനാ ഷർറിനെ കുറിച്ച് ചോദിച്ചിരുന്നത്? ഹുദൈഫ പറയാണ്, മഖാഫത്താൻ തുദരിക്കനി, ഷർറ് അതിൽ ഞാൻ ആളായി പോകുമോ എന്ന പേടി കാരണത്താൽ ഷെറിൽ നിന്ന് വഴിമാറാൻ ഞാൻ ഷെറിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷെറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ ഷെറ് എന്ന് പറഞ്ഞാൽ തിന്മകൾ, വിപത്തുക്കൾ, ദുരന്തങ്ങൾ, ഈ പറയപ്പെട്ട അരാജകത്വവും അനൈക്യവും ഇതൊക്കെ ഷെറാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ രക്ഷയ്ക്ക് എന്ത് ചെയ്യണം എന്ന് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൻ തൽസമ ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹു, നീ മുസ്ലിം ജമാഅത്തിനെ മുറുകെ പിടിച്ചോ, അവരുടെ ഇമാമിനെയും എന്നാണ് പറഞ്ഞത്. ഭരണാധികാരിയുണ്ട്, ആ ഭരണാധികാരിക്ക് ഇസ്ലാമികമായി ബൈഅത്ത് ചെയ്ത് അനുസരണ പ്രതിജ്ഞ ചെയ്ത് ആ ഭരണാധികാരിയോട് വിധേയത്വമുള്ളവരായി ഭരണീയർ, അങ്ങനെയുള്ള ഭരണാധികാരിയും ഭരണീയരുമുണ്ട് എങ്കിൽ നീ അവരെ മുറുകെ പിടിച്ച് ജീവിച്ചോ എന്നാണ് പറഞ്ഞത്. അതാണ് ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാനദണ്ഡവും വഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി എന്നുള്ളതാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം. സാഹചര്യം ഇസ്ലാമികമാണ്, ഭരണം ഇസ്ലാമിൻ്റേതാണ്, ഭരണാധികാരിയുണ്ട്, ഇസ്ലാമികമായി ഭരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അവിടെയുള്ള മുസ്ലിമീങ്ങളോടൊത്ത് ജീവിക്കുക, ഭരണാധികാരിയെ സമ്മതിച്ച് അനുസരിച്ച് കഴിയുക എന്നുള്ളതാണ് സുരക്ഷിതത്വം എന്നാണ് പറയുകയുണ്ടായത്. നമ്മളിവിടെ ഒരു തിരുമൊഴി കേട്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം മറ്റും നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇന്നല്ലാഹ യർദാ ലക്കും സലാസൻ വയസ്ഖതു അൻകും സലാസൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, 3 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വെറുക്കുന്നു എന്നാണ്. അള്ളാഹു 3 കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ മാന. 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ 3 കാര്യങ്ങളെയും അള്ളാഹു നിങ്ങളെ തൊട്ട് വിരോധിക്കുന്നു എന്നാണ് അതിൻ്റെ മാന. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ ഏത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വിശദീകരിച്ചു. ഇർദാ ലക്കും അൻ തഅബുദുഹു വലാ തുശ്രികൂ ബിഹി ശൈഅ, അതൊന്ന്. രണ്ടാമത്തേത് വ അൻ തഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അത് 2. മൂന്നാമത്തേത് വ അൻ തനാസഹു ലിമൻ വല്ലാഹുല്ലാഹു അംറക്കും. പിന്നെ വയസ്ഖതു അൻകും സലാസൻ എന്ന് പറഞ്ഞില്ലേ, 3 കാര്യങ്ങൾ അത് നിങ്ങളെ തൊട്ട് വെറുക്കുന്നു വിരോധിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് വയസ്ഖതു ലക്കും ഖീല വഖാൽ വകസ്റത സുആൽ വഇദാഅത്തൽ മാൽ, ഇതാണ് പറഞ്ഞത്. എന്താ ഈ പറഞ്ഞ കാര്യങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെടുന്ന, നിങ്ങളോട് കൽപ്പിക്കുന്ന 3 കാര്യങ്ങൾ. അൻ തഅബുദുഹു വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കണം,
അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് നിങ്ങൾ നിർവഹിക്കുക, യാതൊന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ. അതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് തൃപ്തിപ്പെടുന്ന, നമ്മളോട് കൽപ്പിക്കുന്ന പ്രഥമവും പ്രധാനവുമായിട്ടുള്ള വിഷയം. ശുദ്ധമായ തൗഹീദിൽ കളങ്കമില്ലാതെ കപടതയില്ലാതെ നമ്മൾ ജീവിക്കുക, ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക. വലാ തുശ്രികൂ ബിഹി ശൈഅൻ എന്ന് പറഞ്ഞാൽ കല്ലും മരവും കല്ലിനാലും മരത്താലും തീർത്ത പ്രതിമകളും പ്രതിഷ്ഠകളും എന്ന് മാത്രമല്ല, പിന്നെയോ യാതൊന്നിനെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിമകളും പ്രതിഷ്ഠകളും പെട്ടു, പുണ്യാളന്മാരും പ്രവാചകന്മാരും മഹത്തുക്കളും ഒക്കെ പെട്ടു. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ, യാതൊരാളെയും പങ്കു ചേർക്കാതെ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തെടുത്ത് ജീവിക്കുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെടുന്നു. വാക്കായും പ്രവൃത്തിയായും വിശ്വാസമായും ഒക്കെ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിങ്ങൾ കഴിയുക. രണ്ടാമത്തേത് വഅൻ തഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ഹബിലിനെ മുറുകെ പിടിച്ച് ജീവിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. എന്താ അള്ളാഹുവിൻ്റെ ഹബിൽ? അള്ളാഹുവിൻ്റെ ഹബിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബാണ്, വിശുദ്ധ ഖുർആൻ. അതിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും പഠിച്ചും വിശുദ്ധ ഖുർആൻ വിഭാവന ചെയ്യുന്ന വിശ്വാസങ്ങൾ, ആരാധനകൾ, കർമ്മങ്ങൾ, പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ ഇതൊക്കെ പുൽകി ജീവിക്കുക എന്നുള്ളതാണ്. വഅൻ തഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. മൂന്നാമത്തേത് വഅൻ തനാസഹു ലിമൻ വല്ലാഹുല്ലാഹു അംറക്കും, ഭരണാധികാരികളോട് നിങ്ങൾ ഗുണകാംക്ഷയിൽ വർത്തിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ കാര്യം അള്ളാഹു ആരെ ഏൽപ്പിച്ചോ അവരോട് മുനാസഹയിൽ, വഅൻ തനാസഹു എന്ന് പറഞ്ഞാൽ മുനാസഹ ഉണ്ടാവുക എന്നുള്ളതാണ്. ഗുണകാംക്ഷയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഭരണാധികാരിയെ അനുസരിച്ചും അനുസരണ പ്രതിജ്ഞ നിർവഹിച്ചും അംഗീകരിക്കുക. ഭരണാധികാരിയോട് നന്മയിൽ എതിര് പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെ ഭരണാധികാരിയോട് ഗുണകാംക്ഷയിൽ, ഭരണാധികാരിയുടെ വീഴ്ചയും കുറവുകളാണ് എങ്കിൽ അത് തിരുത്തേണ്ട മാർഗങ്ങളിലൂടെ, അതിൻ്റെ വഴികളിലൂടെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് ഭരണാധികാരിയോടുള്ള മുനാസഹത്ത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ. വെറുക്കുന്നതോ വയസ്ഖതു ലക്കും ഖീല വഖാൽ വകസ്റത സുആൽ വഇദാഅത്തൽ മാൽ. ഈ ഖീല വഖാൽ എന്ന് പറഞ്ഞെങ്കിൽ വാർത്തകൾ പറഞ്ഞു പരത്തലാണ്, കിംവദന്തികൾ, കള്ളങ്ങൾ, സത്യമാണോ അസത്യമാണോ എന്നുറപ്പില്ലാത്തത്. പ്രത്യേകിച്ച് ഈ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിർഭയത്വം കളിയാടുന്നിടത്ത് ഒക്കെ ഏതൊരു സന്ദർഭത്തിലും കേട്ടതൊക്കെ പറഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പുവരുത്താതെ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു നാടിനെ കുട്ടിച്ചോറാക്കാനും ഒരു ഭദ്രമായ സാമൂഹിക ചുറ്റുപാടിനെ ശിഥിലമാക്കാനും കാരണമാകുന്ന വിഷയമാണ്. പൊതുവെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല ഈ ഖീല വഖാൽ. ഒരു വ്യക്തിയെക്കുറിച്ചാകട്ടെ, ഒരു കുടുംബത്തെക്കുറിച്ചാകട്ടെ, ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാകട്ടെ, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ കണ്ടതും കേട്ടതും ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായ വിഷയം ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ തരപ്പെടുത്തപ്പെട്ടപ്പോൾ ഒരു മെസ്സേജ് പാസ്സായി ചെയ്താൽ മതി, അത് ദിഗന്ധങ്ങളിലേക്കെന്ന പോലെ നിമിഷങ്ങൾ കൊണ്ട് പരക്കുകയും അതിനാലുണ്ടാകുന്ന വിപത്തുക്കൾ അത് നാടിൻ്റെ ഭദ്രതക്കും ഐക്യത്തിനും കത്തിവെക്കുന്ന അല്ലെങ്കിൽ അതിനെ അപകടപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന വിഷയങ്ങളുണ്ട്. അഭിമാനങ്ങൾ പിച്ചു ചീന്തുന്ന വിഷയങ്ങളുണ്ട്. ആളുകളുടെ മാനം കെടുത്തുന്ന വിഷയങ്ങളുണ്ട്. ഈ ഖീല വഖാൽ അത് അള്ളാഹു വെറുത്ത വിഷയമാണ്. ഒരാൾ ഒരിക്കലും ഇടപെടേണ്ടതായിട്ടുള്ളൊരു വിഷയമേ ആകില്ല, പക്ഷേ ഇടപെടേണ്ട ആളും ആവില്ല. എന്നാലും ഇത്തരം ഈ മെസ്സേജുകൾ പാസ് ചെയ്യുന്നത് കാരണത്താൽ ഉണ്ടാകുന്നതായ വിഷയം അതൊക്കെ ഈ വിഷയത്തിൽപ്പെട്ടു, ഖീല വഖാലയിൽപ്പെട്ടു. അതേപോലെ തന്നെ കസ്റത്തു സുആൽ, അതിൽ ചില പണ്ഡിതന്മാർ യാചനയെ എണ്ണിയിട്ടുണ്ട്, യാചിക്കുന്നത്. പക്ഷേ കസ്റത്തു സുആൽ അനാവശ്യ വിഷയങ്ങളിലുള്ള അധികരിച്ച ചോദ്യങ്ങളാണ്, വേണ്ടാത്ത ചോദ്യങ്ങൾ. അത് വിശിഷ്യ ദീനീ വിഷയങ്ങളിൽ അറിയേണ്ടതില്ല, ആവശ്യമല്ല, എന്നാലും വെറുതെ ചോദിച്ച ആളാകുക എന്നുള്ള പ്രശ്നം അത് അള്ളാഹു വെറുക്കണ വിഷയമാണ് എന്നുള്ളതാണ്. പിന്നെ ഇദാഅത്തൽ മാൽ, സ്വത്തിൻ്റെ ദുർവ്യയം, പാഴാക്കൽ,
ഇത് അള്ളാഹ്ക്കേറെ വെറുക്കുന്ന വിഷയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സ്വത്തിൻ്റെ ദുർവ്യയം അതൊന്നും ഇന്ന് ഉദാഹരിച്ച് പറയേണ്ട ഒരു വിഷയമല്ല. കാരണം ആളുകൾ ഏറെ അറിയുന്ന, അനുഭവിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. അത് കേവലം ഒരു വിവാഹ ധൂർത്തിൻ്റെ മാത്രം ഒരു മസ്അലയല്ല. ധൂർത്ത്, സ്വത്ത് ദുർവ്യയം ചെയ്യൽ, അത് പല നിലക്ക് പലരിലും വ്യക്തിപരമായിട്ടുണ്ട്, കുടുംബങ്ങളിലുണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പുകളിലും സംഘങ്ങളിലൊക്കെ ആയിട്ട് പല നിലക്കുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളും വെറുക്കുന്ന 3 കാര്യങ്ങളും നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അസ്ലും അടിസ്ഥാനവും പറയുന്ന ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ പഠിപ്പിക്കുന്ന ഈ ആദർശങ്ങളിലും ഇത് പ്രത്യേകം പ്രസ്താവ്യമാണ്. നമ്മളിതുവരെ ഖുത്ബയിൽ അത് പ്രത്യേകം വിശദീകരിച്ചത് കേൾക്കുകയും ഉണ്ടായി. നമ്മൾ ഇപ്പോൾ ഒരു നാടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഐക്യവും ഭദ്രതയും സുരക്ഷിതത്വവും അത് എങ്ങനെ അതേ രീതിയിൽ നിലനിൽക്കും, അതിൽ പോഷിപ്പോട് കൂടിയിട്ട് അത് തുടരും എന്നുള്ള വിഷയത്തിൽ അടിസ്ഥാനങ്ങളാണ് ഈ പറയപ്പെട്ടതൊക്കെ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാവിനിൽ പങ്കു ചേർക്കാതെ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബിനെ പരിഗണിക്കുക, അതിനെ മുറുകെ പിടിക്കുക, അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പഠനത്തോടൊപ്പം പ്രാവർത്തികമാക്കിയിട്ട് ജീവിക്കുക, പിന്നെ ഭരണാധികാരിയോടുള്ള നിലപാടിൽ ഗുണകാംക്ഷയുള്ളവരായി നല്ല മനസ്സുള്ളവരായിട്ട് പെരുമാറുക. ഇതൊക്കെ നാട് നല്ല നിലയിൽ നിലനിന്ന് പോകാൻ അത്യന്താപേക്ഷിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നമ്മൾ വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്ന ലഹും ഫിൽ അർദി കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. ഇവിടെ ഖതീബ് ഓതിയിട്ടില്ല, പക്ഷേ ഞാനിതിൻ്റെ ഒരു അനുബന്ധമായിട്ട് കേൾപ്പിക്കുന്നു എന്ന് മാത്രം. വലയുമക്കിനന്ന ലഹും ദീനഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന എന്നൊക്കെ പറഞ്ഞില്ലേ. അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ജീവിച്ച് സുഹൃതങ്ങൾ അനുഷ്ഠിച്ചാൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിലൊന്നും പങ്കു ചേർക്കാതെ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇസ്തിഖ്ലാഫ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ മേൽക്കോയ്മ പറഞ്ഞിട്ടുള്ളത്. അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന് അവസരവും സ്വാധീനവും നൽകുക. അവർക്കാണ് പേടിയുടെ ജീവിതമാണെങ്കിൽ അതിനപ്പുറം നിർഭയത്വത്തിൻ്റെ ജീവിതം നൽകുക എന്ന് പറയണം. യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ഷൈഅ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ എനിക്ക് ഇബാദത്തെടുത്ത് ജീവിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആവർത്തിച്ച് പറയാണ്. അപ്പോൾ നാട് നിർഭയത്വത്തിൽ, സുരക്ഷിതത്വത്തിൽ, അഭിവൃദ്ധിയിൽ തുടരാൻ അടിസ്ഥാനമാണ് അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കലും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ പ്രഥമമായി എണ്ണിയില്ല ഇതൊക്കെ. ഏതായാലും നമ്മളിവിടെ കേട്ട ഈ ഒരു വിഷയം വളരെ ഗൗരവപ്പെട്ടതും എല്ലാവരും മനസ്സ് വെക്കേണ്ടതുമായിട്ടുള്ളതായ ഒരു വിഷയമാണ്. എന്തിന് നമ്മൾ സുരക്ഷിതരായി, നിർഭയരായി, ധന്യരായി ജീവിക്കാൻ, നിർഭയരായി, ആരോഗ്യവാന്മാരായി, അതേപോലെ തന്നെ എല്ലാവിധ അഭിവൃദ്ധിയിലും സുരക്ഷിതത്വത്തിലും നിലനിന്ന് പോകാൻ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ഈ ഖതീബ് ഇവിടെ ഉണർത്തിയതല്ല, പക്ഷേ എന്നാലും ഞാനൊരു അനുബന്ധം നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ നിത്യമായി നമ്മൾ ദുആ ഇരക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ വചനം കേൾപ്പിക്കുകയാണ് ഇതിൻ്റെ ഒരു ഭാഗമെന്നോണം. ഈ ഒരു ഹദീസിൽ കാണാം, കാന മിൻ ദുആഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിൽപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദുആ വചനം അതാണ് സഹാബി കേൾപ്പിക്കുന്നത്. അതെന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജാഅതി നിഖ്മതിക് വജമീഇ സഖതിക്. 4 കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷാത്തേട്ടാണ്. അല്ലാഹുവേ ഇന്നി അഊദു ബിക്, ഞാൻ നിന്നിൽ അഭയം തേടുന്നു. എന്തിൽ നിന്നാണ് അഭയം തേടുന്നത്? അള്ളാഹുവിൽ അഭയം തേടുന്നത് ഏത് കാര്യങ്ങളിൽ നിന്നാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, അള്ളാഹു തന്ന നിഅമത്ത് അത് വഴിമാറുന്നതിൽ നിന്ന്, അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന്. അള്ളാഹു നമുക്ക് ദുന്യവിയായി തന്ന നിഅമത്തുകൾ, ദീനിയായി തന്ന നിഅമത്തുകൾ, ദുന്യവിയായി തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മളുടെ ഇണകളിൽ, മക്കളിൽ, നമ്മുടെ സ്വത്തുക്കളിൽ ഒക്കെ തന്ന നിഅമത്തുകൾ എത്രയാണ്? ഇതൊക്കെ വഴിമാറാൻ കാലം കുറേ വേണ്ട. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, ദീനിയായും ദുന്യവിയായും മറ്റുമൊക്കെ നീ തന്ന അനുഗ്രഹങ്ങൾ അത് വഴിമാറുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ്. വതഹവ്വുലി ആഫിയതിക്,
അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ആഫിയത്ത്. രോഗമില്ലാതെ, വേദനയില്ലാതെ, മാനസിക ശാരീരിക പ്രയാസങ്ങളില്ലാതെ, ടെൻഷനുകളില്ലാതെ ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ആഫിയത്ത്. ഈ ആഫിയത്ത് വഴിമാറുക, രോഗം ഭവിക്കുക, മനസ്സ് മുറുകുക, ശരീരം പ്രയാസപ്പെടുക, അള്ളാഹു നമുക്കാക്കട്ടെ, നഊദുബില്ല. അതിൽ നിന്ന് അങ്ങനെ ആരോഗ്യം, സൗഖ്യം വഴിമാറുന്നതിൽ നിന്ന് രക്ഷ തേടുകയാണ്. അതേപോലെ തന്നെ ഫുജാഅത്തി നിഖ്മതിക്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതികാരം, ശിക്ഷ, അള്ളാഹു നമുക്കാക്കട്ടെ, നഊദുബില്ല. അത് പെട്ടെന്ന് ഭവിക്കുക. നമ്മൾ ചെയ്ത ഒരു അപരാധത്തിൽ ഒരു ശിക്ഷ വരുന്നുവെങ്കിൽ അത് പെട്ടെന്നായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തൗബക്കൊരു അവസരമില്ലാതെ, ഒരു ഇസ്തിഗ്ഫാർ നടത്താൻ സമയമല്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവധാന ഉള്ളവനാണ്, കാലതാമസം തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പിരക്കാനും പൊറുക്കലിനെ തേടാനും പശ്ചാത്തപിക്കാനും അവസരം നിശ്ചയിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ പൊടുന്നനെ ഭവിക്കും. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഒരു തെറ്റിൽ ശിക്ഷ നമുക്കൊരു പശ്ചാത്താപവും പാപമോചനവും തേടാൻ പോലും സമയം തരാതെ നമ്മൾ കേൾപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു അതിന് അർഹനും അള്ളാഹു അതിന് കരുത്തുറ്റവന് യോഗ്യനുമാണ്. പക്ഷേ അള്ളാഹു നമ്മളിൽ നിന്നൊരു വീഴ്ചയ്ക്ക് നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശിക്ഷിക്കാതിരിക്കാൻ അള്ളാഹിനോട് രക്ഷയ്ക്ക് തേടുക, അഭയം തേടുക. അതുപോലെ വജമീ സഹത്തിക്, അള്ളാഹുവിൻ്റെ കോപം, ദേഷ്യം, അത് പല നിലക്കാണ്, പല വകുപ്പിലും പല മുഖങ്ങളിലുമാണ് അള്ളാഹുവിൻ്റെ കോപങ്ങളുടെ പ്രകടനം. അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് രക്ഷയ്ക്ക് തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ ഈ ദുആ വചനം പഠിക്കണം. ഇത് നമ്മൾ പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ സുജൂദിലൊക്കെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജാഅതി നിഖ്മതിക് വജമീഇ സഖതിക്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. ഞാനിവിടെ ഒരു ഖുത്ബ ശ്രവിച്ചപ്പോൾ അതിനോടൊരനുബന്ധം ഉണർത്തിയെന്ന് മാത്രം. ഇത് ഖത്തീബ് മിമ്പറിൽ പറഞ്ഞൊരു വിഷയമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നന്ദിയുള്ളവരായി നമ്മളെ ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ഷിഫാവും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളോട് പൊറുക്കുമാറാവട്ടെ. മരണം വരിച്ച് മൺമറഞ്ഞവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ വഴികേടിൽ കഴിയുന്നവരെ അള്ളാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫ്വും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.